ഇന്ത്യയിൽ നടന്ന പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട നടന്ന പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട സമരങ്ങളിൽ മാതാവായിട്ടാണ് സൈലന്റ് വാലി സമരത്തെ വിശേഷിപ്പിക്കുന്നത്. നമ്മളതിന് ചരിത്രത്തിൽ നിന്ന് കുറച്ച് പാഠം പഠിക്കുന്നത് എനിക്ക് ഭാവിയിൽ വലിയ പ്രതീക്ഷകളാണ്. പലരും ഈ അടുത്ത കാലത്ത് ചെറുപ്പക്കാരെ പറ്റിയൊക്കെയുള്ള ഒരുപാട് ലേഖനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വിലയിരുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ ആഴ്ചത്തെ മാതൃഭൂമിയിലെ 2 സുപ്രധാനമായിട്ട് ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ലേഖനിയിൽ ഡോക്ടർ ഹക്കീമിന്റെ ഒരു ലേഖനം വളരെ ശ്രദ്ധാർഹമായ ലേഖനം. നമ്മള് ഇപ്പോഴത്തെ പ്രശ്നമല്ല, എല്ലാ കാലത്തും ചെറുപ്പത്തെക്കുറിച്ച് വയസ്സന്മാര് പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി ഉത്കണ്ഠപ്പെട്ട കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് വയസ്സന്മാരെ തള്ളിക്കളയുക, ചെറുപ്പം മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴും ചരിത്രം നമ്മുടെ കയ്യിൽ വേണം. ചരിത്രത്തിൽ നിന്ന് നമുക്ക് ഭാവിയിലേക്ക് കുതിക്കാൻ പറ്റും. സജീവ് സാർ ഇവിടെ പറഞ്ഞ പോലെയുള്ള സൈലന്റ് വാലി സമരക്കാലത്ത് ഇല്ലാത്ത ഒരുപാട് പ്രതിസന്ധികൾ പുതുതായിട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രശ്നങ്ങൾ അത് കാട്ടിലും നാട്ടിലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ നേരിടാൻ ഞങ്ങളാരും ഉണ്ടാവില്ല. സൈലന്റ് വാലി സമരക്കാലത്തെ മിക്കവാറും എല്ലാ ആൾക്കാരും ഇപ്പോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് കുഴിഞ്ഞു കഴിഞ്ഞു. പുതിയ തലമുറ പുതിയ പ്രശ്നങ്ങൾ മാത്രമല്ല, പുതിയ നല്ല ഭാവിയും ഏറ്റെടുക്കാൻ രംഗത്ത് വരേണ്ട കാലമാണ്. പക്ഷെ ഏത് കാലത്തും ചരിത്രം നമുക്ക് വഴികാട്ടിയായിരുന്നു. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന്, സൈലന്റ് വാലി സമരം നടക്കുന്ന കാലത്ത് നേരത്തെ പറഞ്ഞ പോലെയുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ വളരെ സൈലന്റ് വാലിയിലേക്ക് അന്ന് വരാൻ കഴിയുന്ന ആൾക്കാരില്ല. തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നൊക്കെ നമുക്ക് ഒരു നിമിഷം കൊണ്ട് ആൾക്കാരെ ഇതൊക്കെ അറിയിക്കാം. ഇപ്പോൾ ഇതൊക്കെ വായിച്ചു നോക്കുമ്പോൾ ഇത് എങ്ങനെയാണ് അന്ന് ആളുകൾ അതൊക്കെ അറിഞ്ഞു വന്ന് ഒന്നിച്ചു കൂടിയെന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു കാര്യം. കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ ആ മൂവ്മെന്റിൽ പങ്കാളിയാകും. അന്ന് ഇന്നത്തെ പോലെ മീഡിയ ഇല്ല, ദൃശ്യ മാധ്യമങ്ങളില്ല, തീരെയില്ല. ടി വി ഇല്ല, ടി വി ചർച്ചയില്ല, ആകെയുള്ളത് പത്രങ്ങളാണ്. അപ്പോ ആ കാലത്ത് ആ പത്രങ്ങളിലും വീക്കിലികളിലും ഒക്കെയാണ് ഇത് ഏറ്റവും വലിയ വിവാദമായിട്ട് മാറിയത്. അതിന്റെ ചരിത്രത്തിലേക്ക് വളരെ കൂടുതൽ പോകാൻ ആഗ്രഹിക്കും. പക്ഷെ 73-ലാണ് പ്ലാനിംഗ് കമ്മീഷന്റെ അനുമതി കിട്ടി സൈലന്റ് വാലി പദ്ധതി ആരംഭിക്കാൻ. 76-ലാണ് വലിയ ഒരു ഇതായിട്ട്. അക്കാലത്ത് അവരെ ആരെയും നമ്മൾ തെറ്റി പറയുന്നില്ല. കേരള ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ്. ഒരു ഗവൺമെന്റ് എന്ന് പറഞ്ഞാല് അന്നത്തെ ഭരണപക്ഷം മാത്രമല്ല, ഭരണപക്ഷവും പ്രതിപക്ഷവും ഉൾപ്പെടെ നിയമസഭ, അതിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികൾ, ഇവരെല്ലാവരും, അതിനാരും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നുമില്ല, എല്ലാവരും ഒറ്റപക്ഷമാണ് സൈലന്റ് വാലി പദ്ധതി നടപ്പാക്കും. എന്തിനാ നടപ്പാക്കണേ? നടപ്പാക്കുന്നത് മലബാറിലെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ. എന്താ മലബാറിലെ പ്രശ്നം? മലബാറിൽ തീരെ വൈദ്യുതി ഇല്ല, പാലക്കാട്ട് തീരെയില്ല. ഇടുക്കി പദ്ധതിയിൽ നിന്ന് വൈദ്യുതി കിട്ടി, അതൊക്കെ തെക്കോട്ടേ ഉള്ളൂ. ഇവിടെ കറണ്ട് ഇല്ല, വ്യവസായങ്ങളില്ല, ആളുകൾക്ക് വീടുകളിൽ വൈദ്യുതി ഇല്ല. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല, അന്ന് വീടുകളിൽ വൈദ്യുതി ഇല്ലാത്ത കാലത്ത്, വ്യവസായങ്ങളില്ലാത്ത കാലത്ത് ഒരല്പം വൈദ്യുതിക്ക് വേണ്ടി കേഴുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഈ 4-5 ജില്ലകളിലായിട്ട് ജീവിക്കുകയാണ്. അവർക്ക് ഒരു ഓപ്ഷൻ വരും. അതിനെയാണ് എതിർക്കുന്നത്. അതുപോലെ പാലക്കാട് കാർഷിക പ്രധാനമായിട്ടുള്ള ഒരു പ്രദേശമാണ്. കേരളത്തിന്റെ നെല്ലറയാണ്, വെള്ളമാണ് വേണ്ടത്. ഇന്നത്തെ പോലെയുള്ള ആകെയുള്ള ചെറിയ സംവിധാനങ്ങളേ ഉള്ളൂ. ഒരു മലമ്പുഴയുടെ കുറച്ച് വെള്ളം ഒഴിച്ചാൽ വേറെ വെള്ളമൊന്നുമില്ല. അത് തന്നെ അത്ര സുശക്തമായ രീതിയിലല്ല. അപ്പൊ പാലക്കാടിലെ കൃഷിക്ക് വെള്ളം വേണം, മലപ്പുറത്തേക്കും പാലക്കാട്ടേക്കും കരണ്ട് വേണം. അപ്പോഴാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ഇങ്ങനെ ഇപ്പൊ പറഞ്ഞാൽ അത് 1924-ലോ ഒക്കെ ആലോചിച്ച് തുടങ്ങിയ പദ്ധതിയാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത്. അതിന് അനുവാദം വാങ്ങിക്കുന്നത്, ചെയ്യാൻ പുറപ്പെടുന്ന സമയത്ത് വേറെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇലക്ട്രിസിറ്റി ബോർഡ് ആലോചിച്ചിട്ടില്ല. ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി ബോർഡ് അല്ല. അക്കാലത്ത് ഇലക്ട്രിസിറ്റി ബോർഡും വനം വകുപ്പ് എന്ന് പറഞ്ഞ പോലെ ജമ്മികളെ പോലെ. ഇപ്പോ ഇതിലൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ ഉണ്ടാവില്ല, അവന് ക്ഷമിക്കണം. നമ്മുടെയൊക്കെ സ്ഥാപനങ്ങൾ, ഞങ്ങളൊക്കെ അത്തരം സർവീസുകൾ എന്നുള്ള ആൾക്കാരാണ്. അല്ലെ ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്തി പറയാനില്ല, ബോർഡിലെ അംഗങ്ങൾ പറഞ്ഞു. പക്ഷെ എന്താണ്, അവരതിന്റെ ഒരു
പിന്നെ സർവാധിപതികളാണ്. അതുകൊണ്ട് ഇങ്ങനെയൊരു കാര്യം വരുന്ന അവരും ആലോചിച്ചു. അന്ന് ഇടുക്കി പദ്ധതിയിലെ എക്സ്ട്രാ ആണ്. അതുകൊണ്ട് കർണാടകത്തിന് വിറ്റുകൊണ്ടിരിക്കുകയാണ്, മൈസൂരിലേക്ക് വൈദ്യുതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ വൈദ്യുതിയുടെ ലാഭമാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഏറ്റവും വലിയ ആദായമായിട്ട്, ബോർഡ് നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാന കാരണമായിട്ട് അക്കാലത്ത് ഇടുക്കി പദ്ധതിയിലെ വൈദ്യുതി വിൽക്കുന്ന കാലമാണ്. അപ്പൊ ആ വിൽപ്പന വർദ്ധിപ്പിക്കണം. അങ്ങനെ ബോർഡിന് ആവശ്യമായിട്ട് തുകകൾ മുഴുവൻ കിട്ടാനുള്ള സംഗതികളാണ്. വനം വകുപ്പ് എന്ന് പറഞ്ഞാൽ അക്കാലത്ത് വനം സംരക്ഷിച്ചിരുന്ന ആൾക്കാർ മാത്രമൊന്നുമല്ല. ഈ നിങ്ങളുടെ ഈ ക്യാമറയ്ക്ക് മുമ്പിൽ ഇരിക്കുന്ന താടി വെച്ച ഒരു മനുഷ്യനുണ്ടല്ലോ, അയാൾ KVS കർത്ത എന്നാണ് അയാളുടെ പേര്, എല്ലാവരും അറിയേണ്ടാവുന്നതുകൊണ്ട്. അദ്ദേഹം കേരളത്തിലെ പിന്നെ ജലവിഭവ വകുപ്പിന്റെ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ആയിട്ട് വിരമിച്ച ഒരാളാണ്. അയാള് ക്യാമറമാൻ എന്നാ പലരും വിചാരം. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അദ്ദേഹത്തിന്റെ സഹധർമ്മിണി പിന്നെ പങ്കാളി പിന്നെ ലിലി ചേച്ചി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സജീവ് സാറ് പറഞ്ഞ ഈ എന്താണ് പിന്നെ ചീവീടിനെ പറ്റി, സിക്കാഡ എന്ന പേരിലെ ചീവീടിനെ പറ്റി കൂലങ്കഷമായി പഠിച്ച് അതിനെപ്പറ്റി അതിമനോഹരമായിട്ടുള്ള ഒരു ചിത്രം ഉണ്ടാക്കി അതിന് അഖിലേന്ത്യാ തലത്തിൽ അവാർഡ് നേടിയ ആളാണ് ഇരിക്കുന്നത്. അപ്പൊ ചീവീട് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ചീവീട് ചലക്കുക എന്നുള്ളത് കേൾക്കണമെങ്കിൽ ഈ നിങ്ങള് പിന്നെ ഇന്നലെ സൈലന്റ് വാലി കേൾക്കാത്ത ആൾക്കാർ ലിലി ചേച്ചിയുടെ സിനിമ കൂടി ഒന്ന് കാണണം. സിക്കാഡ അല്ലെ അതിന്റെ പേര്, അല്ല ചീവീട്. ആ ഒരേ നാദം ഒരേ താളം അല്ലേ? അതിന്റെ ഒരു കൊച്ചു ഫിലിം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അത് അതിമനോഹരമായിട്ടുള്ളൊരു ഇതാണ്. ചീവീടിനെ പറ്റി ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആദ്യം, ഇന്ത്യയിലോ ലോകത്തൊക്കെ ആവാൻ, പക്ഷെ അത്ര മനോഹരമായിട്ടുള്ള ചിത്രം ചെറിയ സിനിമ ഉണ്ടാക്കിയിരിക്കുന്നു. ആ കർത്താസാവ് ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രധാനപ്പെട്ട പണി എല്ലാ ദിവസവും ബസ് കയറി മുണ്ടേരി പോലെയാണ്. മുണ്ടേരി എന്ന് നിലമ്പൂരിന്റെ അങ്ങേയറ്റം. അവിടെ ഏതെങ്കിലും ഒരു ചങ്ങാതി ഞങ്ങളെ ഫോണിൽ വിളിച്ച് പറഞ്ഞതാ ഇവിടെ നിന്ന് ഇത്ര മരം കൊണ്ടുപോയി അവിടെ കാട് വെട്ടാൻ വന്നു, അവിടെ പോകും, ഞങ്ങളെ തടഞ്ഞു വെക്കും. പിന്നെ കുറെ ഇത്ര ഈ ഇങ്ങനെ ഈ മെലിഞ്ഞ മനുഷ്യനെ അടിക്കാൻ യാതൊരു സ്കോപ്പും ഇല്ലാത്തതുകൊണ്ട് അവർ കുറെ നേരം അയാൾ ഭീഷണിപ്പെടുത്തും. മര്യാദയ്ക്ക് പോകാന്നല്ലേ, ജീവൻ കിട്ടില്ല, നിങ്ങൾ നടന്ന് ഇടക്കര എത്തില്ല, 12 കിലോമീറ്റർ നടന്നിട്ടേ പോകൊക്കെ. രാത്രി ചിലപ്പോൾ അവിടെ അസൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പാവം മനുഷ്യന്റെ വീട്ടിൽ കിടന്നിറങ്ങുന്ന അസൻ മുഹമ്മദ് എല്ലാ ദിവസവും ഭീഷണിയിലാണ്. പരിശുദ്ധകാരെ സംരക്ഷിക്കുന്നു. അവൻ ഇനി കർത്താവോ ജോസഫോ പിന്നെ വീട്ടിൽ സംരക്ഷിച്ചാൽ എന്റെ വീട് കത്തിക്കും എന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞൊരു കാലമുണ്ട്. അന്ന് വനംവകുപ്പിലെ വളരെ അപൂർവം ചില ആളുകളാണ് ഞങ്ങൾക്കൊക്കെ സഹായമായിട്ടുണ്ട്. വളരെ അത്യപൂർവം. കാരണം വനംവകുപ്പിലെ ആൾക്കാർ അതിന്റെ കൂടെ ആയിരുന്നില്ല. പക്ഷെ ഇന്ന് നിങ്ങൾക്ക് സൈലന്റ് വാലി നിങ്ങൾ ഇന്നലെ പോയല്ലോ, വനം വകുപ്പിലെ ഒരു ചങ്ങാതി ഒരു ചെറിയ കഷ്ണം കഷ്ണം എടുക്കാൻ സമ്മതിക്കില്ല. വളരെ അത്യപൂർവം ഒക്കെ ചിലപ്പോ ഒരു പിന്നെ എന്താ പറയാ അതിനൊരു അപവാദം ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടായിരിക്കാം. ഇനിയും കള്ളന്മാരുടെ കുറിച്ച് കുറ്റിയേറ്റെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ വനംവകുപ്പിൽ ചെറുപ്പക്കാരായിട്ടുള്ള ജീവനക്കാരെ മുഴുവൻ വനം സംരക്ഷിക്കുന്നവരായിട്ട് മാറും അല്ലെ? അതിന്റെ സിസ്റ്റം മാറും. ചന്ദനം മറയൂരിലെ ചന്ദനം മുഴുവൻ എല്ലാ ദിവസവും പോയിരുന്നതിന് ഇപ്പോ അല്ലെ ഒരു ചന്ദനത്തിന്റെ കഷ്ണം അവിടുന്ന് കടത്തണമെങ്കിൽ എത്രമാത്രം റിസ്ക് എടുക്കണം. ഈ കള്ളൻ അത്രയും വലിയ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ പഠിച്ചു പോയി ഒരുപാട് പിന്നെ സംഗതികൾ ചെയ്താൽ മാത്രമേ ഒരു കഷ്ണം ചന്ദനം കൊണ്ട് പൊക്കാൻ പറ്റൂ. അത്ര ശക്തമായ സിസ്റ്റം ഉണ്ടായി. നമുക്ക് ആ സിസ്റ്റം ഉണ്ടായ ഈ കാലവും ആ കാലം നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റും. ചില വനം വകുപ്പുകാർ വനം സംരക്ഷിക്കാത്ത കാലത്താണ് നമ്മൾ വനം സംരക്ഷിക്കാൻ. അന്നാണ് മുണ്ടേരി മാർച്ചും കാര്യമൊക്കെ നടക്കുന്നത് 84. അതിനൊക്കെ ധൈര്യം പകർന്ന സംഗതി എന്താ? സൈലന്റ് വാലി പ്രശ്നമാണ്. അതുവരെ കാട് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ആർക്കും കയറി നിറങ്ങാനുള്ള ഇഷ്ടം പോലെ കാട്, ഊപ്പിൽ പണിയില്ല നാട്ടിലെ ആളുകൾക്ക്. ഊപ്പിൽ ജോലിക്ക് പോകാന്നുള്ള നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒക്കെ പണി. അങ്ങനെ കൂപ്പിന്ന് വെട്ടി ഇറക്കി കൊണ്ടുപോകുന്ന പറ്റി ഒരുപാട് സിനിമകളൊക്കെ, പഴയകാല സിനിമകളൊക്കെ ഓർമ്മയാണ്. മരം വെട്ടി കൊണ്ടുപോയി തിരക്കൊക്കെ കുത്തിക്കടത്ത അങ്ങനെയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ, നിങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ചാടിയാറിലൂടെ പിന്നെ മരം കടത്തി കൊണ്ടുപോയി പിൽക്കാലത്ത് വലിയ പിന്നെ മുതലാളിമാരായി പിന്നെ രാഷ്ട്രീയ നേതാക്കളായി ഒക്കെ വന്ന് മാറി ചോദ്യം ചോദിച്ച ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതായിരുന്നു ജോലി. അതാരും ചോദ്യം ചെയ്തിട്ടില്ല. മനുഷ്യരുടെ വളരെ സ്വാഭാവികമായിട്ടുള്ള ഇതൊരു തെറ്റായിട്ടും കുറ്റമായിട്ടും ആരും കണ്ടില്ല. കാട്ടുന്നത്, മരം എടുക്കുന്നതും കൊണ്ടുപോകുന്നതും വെട്ടിക്കൊണ്ടുപോകുന്നതൊക്കെ എന്റെ പണി, എന്റെ ജീവിതായോധന മാർഗം എന്ന് കരുതി. ഇന്ന് അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങനെ അംഗീകരിക്കപ്പെട്ടൊരു കാലത്ത് ആണ് സൈലന്റ് വാലി സമരം നടക്കുന്നത്. ആ സമരത്തിലെ തുടക്കത്തിൽ ഇങ്ങനെയുള്ള സംഗതികളൊന്നും ചർച്ചാ വിഷയമായിട്ടില്ല.
1977 ഒക്ടോബറില് ശാസ്ത്രഗതിയിൽ പ്രൊഫസർ MK പ്രസാദ് എഴുതിയ ഒരു ലേഖനമാണ് കാര്യമായിട്ട് തുറന്നത്. അതിനു മുമ്പ് തന്നെ പ്രശ്നമുണ്ട്. കേന്ദ്ര ഗവൺമെന്റിനകത്ത് സംശയം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിന് പഠിക്കാനൊരു കമ്മിറ്റി വെച്ചിരുന്നു. സഫർ ഫത്തേഹള്ളി എന്ന് പറയുന്ന കൊടൈക്കനാലിലെ പ്രസിദ്ധനായിട്ടുള്ള ജീവശാസ്ത്രജ്ഞനായിട്ടുള്ള ആള്, പിന്നെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ ട്രസ്റ്റി സെക്രട്ടറി ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റി കേന്ദ്ര ഗവൺമെന്റിന് ആദ്യം പറഞ്ഞു അവരുടെ ടാസ്ക് ഫോഴ്സിന്റെ റിപ്പോർട്ട് ഉണ്ട്, ഇത് നടപ്പാക്കുന്നത് വളരെ വിഷമകരമാണ് എന്ന് പറയുന്ന റിപ്പോർട്ട് ആദ്യം കൊടുക്കുകയാണ്. അതിനെ ആസ്പദമാക്കിയൊക്കെയാണ് പ്രസാദ് മാഷിന്റെ ആദ്യത്തെ മാതൃഭൂമി ലേഖനം വരുന്നത്. തുടർന്ന് പിന്നെ രവീന്ദ്ര മാഷ് ഇവിടെ വളരെ ശുദ്ധമായി പറഞ്ഞു, പരിശുദ്ധ തന്നെ ആരും അത് അംഗീകരിച്ചില്ല ആദ്യത്തെ കാലത്ത്. രണ്ടാമത് മാഷ് പിന്നെയും ശരിക്കും ഈ എന്താ പറയുക നീറ് പിടിച്ച പോലെ പിടിക്കും. പ്രസാദ് മാഷ് നിങ്ങളുടെ പ്രിയപ്പെട്ട മാഷ് കോവിഡ് കാലത്ത് മരണപ്പെട്ടു. കേരളത്തിൽ അങ്ങനെ ഒരു മനുഷ്യൻ, അതായത് ഈ പറഞ്ഞ ഗുപ്തചാരന്മാർ ഉപയോഗിച്ച് വിവരം ശേഖരിക്കുക, നൂറുകണക്കിന് ആളുകളുടെ പേരിൽ കത്ത് എഴുതുക പത്രങ്ങളിലേക്ക് പല പേര് വരുന്ന കത്തൊക്കെ പ്രസാദ് മാഷ് തന്നെയാണ്. പല വശത്തു നിന്നുള്ള കത്ത് പല ആളുകളെ കൊണ്ട് എഴുതിക്കുക, പല ആളുകളെ ഇതിൽ അണിനിരത്തുക. പിന്നെ ഇന്ത്യയിലുള്ള സകലമാന വിദഗ്ധരെയും അദ്ദേഹം ഇതിന്റെ പിന്നിൽ അണിനിരത്തുക പ്രധാനമാണ്. ഒരു ഘട്ടമായപ്പോൾ ഡോക്ടർ MB പരമേശ്വരൻ അപ്പോഴേക്കും സമരത്തിന്റെ രീതി മാറി. എന്താ വെച്ചാൽ പ്രതിസന്ധി ഉണ്ട്. എന്താണ് നിങ്ങൾ ഈ പറഞ്ഞ മലബാറുകാർ, കേരളീയർ, മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ, കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും ശക്തമായ പൊതുമേഖലാ സംവിധാനം, ഈ ആവശ്യങ്ങൾ, ആളുകളുടെ തൊഴിലിന് വേണ്ടിയുള്ള ആഗ്രഹം, വ്യവസായവൽക്കരണത്തിന് വേണ്ടിയുള്ള ആഗ്രഹം, ഇങ്ങനെ ഇതിനോടെല്ലാം പോരാടണം. ആ പോരാട്ടത്തിൽ ആകെയുള്ള സംഗതി വെച്ചാൽ ഇത് ശാസ്ത്രത്തിന്റെ ദൃഷ്ട്യ ഇത് സംരക്ഷിക്കപ്പെടേണ്ട, ഇത് ഒരിക്കലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു സമ്പത്താണെന്നുള്ള ഉത്തമ ബോധ്യമുള്ള കുറച്ചാണ്. അതെങ്ങനെ പറയും? ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല. കാരണം ആളുകൾ, നമ്മുടെ നാട്ടിലെ ഒരാളോട് നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ വളരെ പെട്ടെന്ന് സമൂഹത്തിലാക്കി വെച്ചു. സിംഹവാലൻ കുരങ്ങാണോ മനുഷ്യനാണോ എന്നുള്ള ചോദ്യം എല്ലാ നാട്ടുകാരും ചോദിക്കാൻ തുടങ്ങുകയാണ്. മറുപടി പറയാം ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഇന്നത്തെ എളുപ്പമല്ല. ഒരു സയന്റിഫിക് ചോദ്യത്തിന് നിങ്ങൾക്ക് യെസ് ഓർ നോ ഉത്തരം പറയാൻ വളരെ പ്രയാസമാണ്. അന്നും ഇന്നുള്ള പ്രശ്നമാണ്. നിങ്ങൾ ആ ഭാഗത്താണോ ഈ ഭാഗത്താണോ? ഇപ്പോൾ നമ്മളെ മീഡിയ ചാനലുകാരുടെ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം അതാണ്. നിങ്ങൾ അതിന്റെ അർത്ഥം നിങ്ങൾ ആ ഭാഗത്താണെന്നാണ്. അങ്ങനെയില്ല ശാസ്ത്രത്തിന്. ആ ശാസ്ത്രത്തിന് അങ്ങനെ ഇല്ല സയൻസിൽ എന്ന് ആളുകൾ എങ്ങനെയാ പഠിപ്പിക്കും? ആ പ്രക്രിയയാണ് 1977 മുതൽ ഒരു 4-5 കൊല്ലക്കാലം കേരളത്തിൽ നടന്നത്. അതില് ഈ പ്രസിദ്ധരായിട്ടുള്ള കവികള് ഒക്കെ എല്ലാ വർഷവും വൈകാരികമായിട്ട് കാര്യങ്ങൾ കണ്ട ആൾക്കാർ കൂടെ വന്നു. സുഗതകുമാരി ചില കാര്യമൊക്കെ ONV പോലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർ അവർ തിരുവനന്തപുരത്ത് വലിയ സംഘം ചേർന്നു. ഇപ്പുറത്ത് കേരളത്തിലെ പല ഭാഗത്തും സൈലന്റ് വാലി പ്രൊട്ടക്ഷൻ വേണ്ടിയുള്ള സമിതികളുണ്ടായി. KFRAയിലെ VS വിജയൻ അത് പഠിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളായിരുന്നു. അയാൾ പക്ഷേ ആ പഠനം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് നടക്കുന്ന കാര്യമില്ല പറഞ്ഞു. 78-79 ഒക്കെ ആയപ്പോഴേക്കും വളരെ വിവാദമായപ്പോൾ മനുഷ്യത്തിനും വേണ്ടത്ര വിവരമില്ല എന്താണ് പറയാൻ. അങ്ങനെ ഉള്ളപ്പോഴാണ് സയൻസ് ജനങ്ങളോട് പറയും. ഇന്നിപ്പോ ജെയിംസ് സാറൊക്കെ ഇവിടെ പറഞ്ഞ, അല്ലെങ്കിൽ സജീവ് സാറോടെ പറഞ്ഞ സയൻസ് പറയാൻ നാട്ടിലെ ഓരോ സാധാരണ മനുഷ്യനും പഠിക്കണം. അങ്ങനെയാണ് സൈലന്റ് വാലി കാടുകളുടെ പ്രത്യേകത, അതിന്റെ അനന്യത, അത് പോയാലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതിന്റെ ഹൈഡ്രോളജി, അതിന്റെ പിന്നെ ഭൂമിശാസ്ത്രം, അതിന്റെ ജൈവശാസ്ത്രം, ബോട്ടണി ഒക്കെ പഠിക്കാൻ തയ്യാറാവും. കിട്ടാവുന്ന വിവരങ്ങളൊക്കെ കിട്ടി. കുറെ പേരുണ്ട്. നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി, സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്ന് കിട്ടാവുന്ന വിവരങ്ങളെ രേഖകളൊക്കെ വെച്ച് പഠിച്ചു. പരിഷത്ത് എന്നൊരു കമ്മിറ്റി വെച്ചു. ആ കമ്മിറ്റിയില് പിന്നെ ഡോക്ടർ കണ്ണൻ, ഡോക്ടർ ശ്യാമസുന്ദരൻ നായർ, ഡോക്ടർ MP പരമേശ്വരൻ, MK പ്രസാദ്, VK ദാമോദർ, എല്ലാ മേഖലയിൽ നിന്നാക്കാൻ വിശദമായി പഠിച്ചു. ഒരു വർഷക്കാലം പഠിച്ച് ഒരു രേഖ ഉണ്ടാക്കി. ആ രേഖ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊരു ശാസ്ത്ര സാങ്കേതിക സാമൂഹിക സോഷ്യോ പിന്നെ എന്താണ് സാങ്കേതിക സാമൂഹിക പിന്നെ പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് എന്നതിലേക്ക് സൈലന്റ് വാലിയുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്ന രേഖയുണ്ടാക്കി. ആ രേഖയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ക്ലാസുകളും ചർച്ചകളും ആരംഭിച്ചു. അപ്പോഴേക്കും ഇലക്ട്രിസിറ്റി ബോർഡൊക്കെ തന്നെ വളരെ ശക്തമായ പ്രതിരോധം ആരംഭിച്ചു. അവരുടെ അതിവിദഗ്ധരായിട്ടുള്ള എഞ്ചിനീയർമാർ, കിട്ടി ഡാർവിൻ തുടങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള പല പേരുകളുടെ ആൾക്കാർ, വിദ്യാധരനെ പോലെയുള്ള ട്രേഡ് യൂണിയൻ നേതാക്കൾ, സഖാ ബാലാനന്ദനെ പോലെയുള്ള അതിശക്തരായിട്ടുള്ള ട്രേഡ് യൂണിയൻ നേതാക്കൾ ഒക്കെ ഒരു ഭാഗത്ത് അണിനിരുന്നു.
അവരൊക്കെ ശക്തമായിട്ടുള്ള വാദമുകൾ ഉയർത്തി ലഘുലേഖകൾ കൊണ്ടുവന്നു. തിരിച്ച് എതിരായിട്ടുള്ള എല്ലാ വാദങ്ങളും പറഞ്ഞുകൊണ്ട് ലഘുലേഖകളും ചർച്ചകളും ലേഖനങ്ങളും വന്നു. കേരളത്തിലെ പത്രങ്ങളൊക്കെ എതിരായി. മാതൃഭൂമി അതിശക്തമായിട്ട് എതിരായി. മനോരമ ആദ്യം മുതലേ പിന്നെ കാടിന്റെ സൗന്ദര്യം പോകുമെന്ന് വാദിച്ചുകൊണ്ടാണ് ഇതിനെ അതാണ് അതിൽ എഡിറ്റോറിയലൊക്കെ കണ്ട് സൈലന്റ് വാലിയുടെ സൗന്ദര്യം പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ചിലർ ഇറങ്ങിയിരിക്കുന്നു. അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ച് പേരെ കവികളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം അപ്പൊ വായിക്കുന്ന ആൾക്കാർക്ക് തോന്നുന്ന സൈലന്റ് വാലി കാടിന്റെ ഈ സൗന്ദര്യം പോകുന്നതിനുള്ള കേവല പരിസ്ഥിതിവാദികളാണ്, സൗന്ദര്യത്തിനെതിരായിട്ടുള്ള ആൾക്കാരാണ്, അല്ല സൗന്ദര്യം പോകുന്നതിന് ദുഃഖിക്കുന്ന ആൾക്കാരാണ് ഈ വരുന്നത് രീതിയിൽ പറഞ്ഞ് അങ്ങനെ ധാരാളം എഡിറ്റോറിയൽ വന്നു. 1979 ഡോക്ടർ പ്രൊഫസർ എം കെ പ്രസാദിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ലേഖനം ഈ സമരത്തിലെ ആകെ പിന്നെ വലിയ തോതിൽ സ്വാധീനിച്ച ലേഖനം വരികയാണ്. ആ ലേഖനം പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് മാതൃഭൂമി NV കൃഷ്ണവാര്യർ മാതൃഭൂമിയിൽ പുറത്തു കൊണ്ടിരുന്നു. NV കൃഷ്ണവാര്യർ എന്ന് പറയുന്ന മാതൃഭൂമിയുടെ ലബ്ധപ്രതിഷ്ഠനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പത്രാധിപർക്ക് മാതൃഭൂമിയിൽ നിന്ന് സൈലന്റ് വാലി വിവാദത്തെ തുടർന്ന് തിരിഞ്ഞു പോകേണ്ടി വന്നു. കാരണം മാതൃഭൂമിയുടെ നയത്തിനെതിരായിട്ടുള്ള ഒരു ലേഖനം അതിൽ കൊടുത്തു എന്നതാണ്. ആ ലേഖനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? സൈലന്റ് വാലി പദ്ധതി നടപ്പാക്കുന്നത് കൊണ്ട് ഐതിഹാസികമായൊരു താഴ്വര നഷ്ടമാകുന്നു എന്ന ദോഷം മാത്രമല്ല, നമ്മുടെ സാങ്കേതിക വിദഗ്ധർ പ്രകൃതിദത്തമായ പരിസ്ഥിതി നിലനിൽപ്പിനെ എങ്ങനെ ദാരുണമായി കശാപ്പ് ചെയ്യുന്നു എന്നതിന്റെ നാടകീയ ആവിഷ്കാരം കൂടിയാണ്. അതിനെതിരായിട്ടുള്ള വാദം സാങ്കേതിക വിദഗ്ധന്മാരോട് പ്രകൃതി സ്നേഹികളുടെ ആദർശവാദ പ്രചോദിതമായ കലഹമല്ല. എനിക്ക് അത്രയും നല്ല മനോഹരമായിട്ട് ശ്രമിച്ചു. പ്രകൃതിവാദികളും സാങ്കേതിക വിദ്യയിലും രണ്ടു ഭാഗത്ത് നിന്നിട്ടുള്ള ഒരു ആദർശ പ്രശ്നമല്ല അത്, മറിച്ച് വെറും 25-50 കൊല്ലക്കാലത്തെ ഊർജ ലഭ്യതയ്ക്ക് ഇമയേറിയ പരമവും സ്ഥായിയുമായ ഒരു പ്രാകൃതിക ജീൻ കലവറയെ പരിഗണിക്കുന്നതിനോടുള്ള ന്യായമായ പ്രതിഷേധമാണ് ഈ സംഗതി മറക്കുന്നത്. അന്ന് ജീൻ കലവറ എന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ. ഇന്ന് പക്ഷെ നമുക്ക് ജീൻ കലവറ എന്താണെന്ന് അറിയാം. ഇന്ന് ലോകത്തിൽ ഏറ്റവും വളർന്നുകൊണ്ടിരിക്കുന്ന ശാസ്ത്രശാഖകളിൽ ഒന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സുവോളജിയുടെ ഭാഗമായിട്ട് തന്മാത്രാ ജൈവശാസ്ത്രം, ജീവശാസ്ത്രവും അതിന്റെ ഭാഗമായിട്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്നത് ഇന്ന് ആ മേഖലയിൽ ജീനുമായിട്ട് ബന്ധം. ഇപ്പൊ സജീവ മാഷ് ഇവിടെ പറഞ്ഞ പോലെ ഉള്ള ഈ പിന്നെ അന്നേയുള്ള നമ്മുടെ ജീനുകളൊക്കെ പണ്ടത്തെ പരിണാമത്തിന്റെ പല ദിശയിലുള്ള ജീനുകളൊക്കെ ഇപ്പോൾ മനുഷ്യർ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ ഇപ്പൊ ഈ അടുത്ത കാലത്താണ് നമ്മുടെ തലച്ചോറിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ, ജീനുകളെ പറ്റിയിട്ടുള്ള പഠനങ്ങളൊക്കെ പുതിയ രീതിയിലേക്ക് മാറുകയാണ്. ആരോഗ്യ ശാസ്ത്ര രംഗത്തൊക്കെ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ലോകത്തെ ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്ന ജീനും ജനിതക ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരുപക്ഷെ ഏറ്റവും ബിസിനസ്സും നടക്കാൻ പോകുന്നത് അതിലായിരുന്നു. പക്ഷെ അന്ന് ജീൻ കലവറയാണെന്ന് പറയുമ്പോൾ കുറെയൊക്കെ അറിയാം എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇന്നുള്ള, അതായത് അന്ന് സൈലന്റ് വാലി സംരക്ഷിച്ചത് ലോകത്തിനും ഭാവി തലമുറയ്ക്കും എത്ര വലുതായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് ഇപ്പോഴാണോ? കാരണം അതിന് 60 കോടിയുടെ 80 കോടിയുടെ 600 കോടിയുടെ ഒന്നും വിലയല്ല ഉള്ളത്. എത്രയോ ദശലക്ഷം കോടി വില കൊടുത്താൽ പോലും തീരാത്തത്ര വലിയ ഒരു ജൈവ സമ്പന്നതയുടെ കലവറ ലോകത്ത് എവിടെയും ഇല്ലാത്ത അത്രയേറെ സസ്യങ്ങളുടെയും ജീവികളുടെയും ഒക്കെ ഒരു കേന്ദ്രമാണ് സൈലന്റ് വാലി എന്നുള്ളത് ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത്. ഒരിക്കൽ കൈവിട്ട് പോവാതെ രക്ഷിച്ചു എന്നുള്ളതിന് ഇന്ന് എന്റെ കേരളത്തിലെ രാഷ്ട്രീയ അന്ന് എതിർത്ത എല്ലാ ആളുകളും ഇപ്പോഴും ഒരു ഇതൊക്കെ പറയാം, അന്ന് സൈലന്റ് വാലി നടപ്പാക്കിയാൽ ഇടയ്ക്ക് പറഞ്ഞാലും ഇന്ന് എല്ലാവരും അംഗീകരിക്കും. അന്ന് പരിസ്ഥിതിയെ കുറിച്ചുള്ള ഒരു ലേഖനം പോലും കേരളത്തിൽ ഇറങ്ങി തുടങ്ങി. 72 സ്റ്റോക്ക്ഹോം കോൺഫറൻസിനെ തുടർന്ന് ആദ്യമായിട്ട് പരിസ്ഥിതിയെ കുറിച്ചുള്ള ചിന്തകളൊക്കെ കേരളത്തിലും ഇന്ത്യയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷെ ഭരണാധികാരികൾ കുറച്ചൊക്കെ വന്നു. ഇന്ദിരാഗാന്ധി ആ സമയത്താണ് ഒരുപാട് സംഗതികൾ ആ രംഗത്ത് തുടങ്ങുന്നത്. നാഷണൽ കൗൺസിലൊക്കെ തുടങ്ങുന്ന ആ സമയത്ത്, നാഷണൽ കമ്മിറ്റി ഒക്കെ തുടങ്ങുന്ന ആ കാലത്താണ്. പക്ഷെ വന്നിട്ടേ ഉള്ളൂ, ഇന്നത്തെ സംഗതി ഒന്നും. 1979 സൈലന്റ് വാലിക്ക് എതിരായിട്ടുള്ള ഈ നിർമ്മാണം നിർത്തിവെക്കണം എന്നുള്ള ഒരു കേസ് കോടതിയിൽ വരുമ്പോൾ അത് ഇന്ത്യയുടെ ആദ്യത്തെ കേസാണ്. 79 ഇന്ന് എല്ലാ ദിവസവും ഇന്ന് പരിസ്ഥിതി ബെഞ്ചുണ്ട്, ഹരിത ബെഞ്ചുണ്ട്, ഹരിത ട്രിബ്യൂണൽ ഉണ്ട്. അന്ന് ഇതൊന്നുമില്ല. ഫസ്റ്റ് കേസ് ഒരു പരിസ്ഥിതി പ്രശ്നം സ്റ്റേ കിട്ടുകയാണ്. അത് ആദ്യമായിട്ട് ഒരു കേസ് കൊടുക്കുന്ന ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ. അത് അന്ന് വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ അതാണ് ഒന്നുമില്ലാത്ത ഒരു കാലത്താണ് ഈ വിഷയം സംസാരിച്ചത്. അപ്പൊ അന്ന് ഈ ജീൻ കലവറയെ കുറിച്ച് ഇതിലെ സയൻസ് നാട്ടുകാരെ പഠിപ്പിക്കുക എന്നുള്ള പണിയാണ് ചെയ്യുന്നത്. അത് പാലക്കാട്ടുകാരെ പഠിപ്പിക്കാനുള്ള ഗതികേട് എന്താവും? കാരണം പാലക്കാട്ടുകാർ ധർമ്മസങ്കടത്തിലാണ്. കാരണം ഒരു ഭാഗത്ത് അവർക്ക് വെള്ളം. അപ്പോഴാണ് വേറൊരു കാര്യം വരുന്നത്, ബദൽ വെക്കാം. നമ്മൾ എതിർക്കുന്നു, പക്ഷേ
ഞങ്ങൾ എതിർക്കുന്നു എതിർക്കുന്നു പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾക്ക് ശരി ഇതല്ലെങ്കിൽ പിന്നെ എന്ത്? അത് പറയേണ്ടത് ശാസ്ത്രത്തിന്റെ വഴിയിൽ പ്രധാനം. അത് പറഞ്ഞു. അതിനാണ് പാലക്കാട് ബദൽ എന്താ ചെയ്യാൻ പറ്റും. ഇന്ന് വെക്കുന്ന വൈദ്യുതി കുറച്ചുകൂടി ഇങ്ങോട്ട് തിരിച്ച് നാട്ടുകാർക്ക് കൊടുക്കാൻ തുടങ്ങിയ വൈദ്യുതി കേരളത്തിൽ കിട്ടും. രണ്ട് ഏറ്റവും അന്ന് ഇത്ര പോലെ നമ്മളെ പ്രേഷണ വിതരണ നഷ്ടം ഇപ്പോഴത്തെ പോലെ അല്ല. പ്രേഷണ വിതരണ നഷ്ടം വളരെ വലിയതാണ്. സബ്സ്റ്റേഷനുകളില്ല. സബ്സ്റ്റേഷനുകൾ സ്ഥാപിക്കണം പോകും മലബാർ. പ്രേഷണ വിതരണ നഷ്ടം തടയണം. പുതിയ വഴികൾ ആലോചിക്കണം. നമുക്ക് ദീർഘകാലാടിസ്ഥാനത്തിൽ ഒരു താപനിലയം വേണ്ടി വരും, അത് ആലോചിക്കണം. അല്ലെങ്കിൽ വേറെ വഴികൾ ആലോചിക്കണം. അന്ന് നമുക്ക് സോളാറിനെ പറ്റി ഇത്ര അറിവില്ല, അന്ന് വികസിച്ചിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏകദേശം 30-35 കൊല്ലം എടുത്തു ബൾബുകൾ, നമ്മുടെ പഴയ മഞ്ഞ ബൾബ് മാറിയിട്ട് ഒരു വെള്ള ബൾബ് ഇലക്ട്രിസിറ്റി ബോർഡ് വിതരണം ചെയ്യാൻ പറ്റും. ഒരു കാൽഭാഗം വൈദ്യുതി ലാഭിക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന കാര്യം അക്കാലത്ത് പറഞ്ഞിട്ടുള്ള ബദലാണ്. അങ്ങനെ ഒട്ടേറെ ബദലുകൾ പാലക്കാട് വെള്ളം കൊടുക്കാൻ വേണ്ടി ഒരു 10,000 കിണർ കുഴിച്ച് അതിന്റെ കോസ്റ്റൊക്കെ ഈ പദ്ധതിക്ക് വരുന്നത് വളരെ കുറവാണ്. അവിടെ ലിഫ്റ്റ് ഇറിഗേഷനിലൂടെ വെള്ളം കൊടുക്കാൻ സാധിക്കും. തമിഴ്നാട്ടിൽ അത് വിദഗ്ധമായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ കൃഷിക്ക്, വെള്ളത്തിന്, വ്യവസായത്തിന്, പാലക്കാടിന്റെ വികസനത്തിന്, മലബാറിലേക്ക് വൈദ്യുതി കൊണ്ടുപോകുന്നതിന്, വൈദ്യുതി പ്രസരണ നഷ്ടം കുറയ്ക്കുന്നതിനൊക്കെയുള്ള ബദലായിട്ടുള്ള സംഗതികൾ മുന്നോട്ട് വെച്ച് ആ ബദലിനെ ആസ്പദമായിട്ട് ജനങ്ങളോട് ചർച്ച ചെയ്തപ്പോഴാണ് സാധാരണക്കായിട്ടുള്ള ജനങ്ങൾ ഈ സയൻസിൽ വിശ്വാസം വരാൻ തുടങ്ങി. അത് ചെയ്യാൻ ഈ പറഞ്ഞ വൈകാരികമായ പ്രകടനങ്ങളോടൊപ്പം വളരെ വിജയകരമായി സാധിച്ചു എന്നുള്ളതാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ. ഏറ്റവും ജീവത്തായിട്ടുള്ള ജനങ്ങളുടെ ഒരു പ്രശ്നത്തെ, ഏറ്റവും സ്ഫോടനാത്മകമായ ഒരു വിഷയത്തെ സയൻസിനെ ഉപയോഗിച്ചുകൊണ്ട് നേരിടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണ് സൈലന്റ് വാലി ഒരു രക്ഷപ്പെട്ട് ഇന്ന് ലോകത്തിലെ തന്നെ പറഞ്ഞ മാഷ IIT പഠിപ്പിക്കുന്ന പോലെ ലോകത്തിലെ എല്ലാ ഭാഗത്തും ഒരുപാട് വ്യക്തികൾ അത് സംഭാവന ചെയ്തു. അതില് ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള കുറച്ച് പേരുകൾ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഓർമ്മയിലൊക്കെ എപ്പോഴും ഉണ്ടാകാൻ വേണ്ടിയിട്ട് കുട്ടികളൊക്കെ ഉള്ളവരോട് പറയുന്നത്, ഈ സ്റ്റീവൻ ഗ്രീൻ എന്ന് പറയുന്ന ന്യൂയോർക്കുകാരനായിട്ടാണ് ആദ്യം ഈ പ്രശ്നം ഉയർത്തിപ്പിടിച്ചത്. കാരണം അവരൊക്കെ ഇന്ത്യയിലെ മഴക്കാടുകളെ പറ്റി പഠിച്ചിട്ടുള്ള ആൾക്കാർ. റോമുലസ് വിറ്റാക്കർ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധനായിട്ടുള്ള ശാസ്ത്രജ്ഞൻ, അദ്ദേഹമാണ് മദ്രാസിലെ സ്നേക് പാർക്കിന്റെ, ആൻഡമാൻ നിക്കോബാറിനെ പറ്റി ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ആള്. അദ്ദേഹമാണ് വളരെ ഗൗരവമായിട്ടുള്ള ഒട്ടേറെ ലേഖനങ്ങൾ പ്രസംഗിച്ചത്. അതുപോലെ പരിഷത്ത് മാത്രമൊന്നുമല്ല, ഒട്ടേറെ സംഘടന. ഇപ്പോൾ പയ്യന്നൂരിലെ ജോൺസിയുടെ സീക്ക് എന്ന് പറയുന്ന സ്ഥാപനം കോളേജ് കുട്ടികൾ ഇറങ്ങിയപ്പോൾ ആ സ്ഥിതി മാറി. വളരെ തീവ്രമായിട്ട് പ്രകൃതിയെ മനസ്സിലാക്കാൻ ശ്രമിച്ച കുട്ടികൾ, അവരുടെ സീക്ക് എന്ന സംഘടന, പയ്യന്നൂരിൽ ആദ്യമായി നടക്കുന്ന കോളേജ് കുട്ടികളുടെ പ്രകടനം, സൈലന്റ് വാലി പദ്ധതിക്ക് ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് തന്നെ ഒരു പരിസ്ഥിതി പ്രക്ഷോഭത്തിൽ കോളേജ് വിദ്യാർത്ഥികൾ ഇറങ്ങുന്ന ആ സമയത്ത്. തുടർന്ന് ആറ്റിങ്ങൽ കോളേജില്, തിരുവനന്തപുരത്തെ കോളേജുകളില്, യൂണിവേഴ്സിറ്റി കോളേജിലൊക്കെ തിരുവനന്തപുരത്തെ കുട്ടികളെ നിയമസഭയിലേക്ക് മാർച്ച് ചെയ്യാം. അന്നത്തെ മുഖ്യമന്ത്രി PK വാസുദേവനാർക്ക് അവർ മെമ്മോറാണ്ടം കൊടുക്കുന്നു. ഇങ്ങനെ കാരണം അതൊക്കെ അവരുടെ വിഷയമായിട്ട് ആ സംഗതി മാറിക്കും. കവികള്, കലാകാരന്മാർ, മൃണാളിനി സാരാഭായി കോട്ടയത്ത് വന്ന് നൃത്ത പരിപാടി സംഘടിപ്പിച്ചു. MD ശ്രീനിവാസൻ സംഗീത പരിപാടി സംഘടിപ്പിച്ചു. KJ യേശുദാസിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഇംഗ്ലീഷിലുള്ള ഒരു എഴുത്ത് ഹിന്ദുവില്, കേരളത്തിലെ മനോരമയും മാതൃഭൂമിക്ക് ആദ്യഘട്ടത്തിൽ എതിരായിരുന്നെങ്കിലും പിന്നെ അവർക്കും അനുകൂലമായിട്ട് എഴുതി. കേരളത്തിൽ ഇന്ത്യൻ എക്സ്പ്രസ് അല്ല, എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു മലയാള പത്രമാണ് തൃശ്ശൂരിൽ നിന്ന്. ആ പത്രം ഇപ്പം ഇല്ല. ആ പത്രം മാത്രമാണ് കേരളത്തിലെ ഈ ശക്തമായിട്ട് ഈ സമരത്തെ പിന്താങ്ങിയിട്ടുള്ള ഒരു പത്രം. അങ്ങനെ പിന്നെ സതീഷ് ചന്ദ്രൻ നായരെ പോലുള്ള കാടിൽ തന്നെ കാട് വീടാക്കി മാറ്റിയ സതീഷ് ചന്ദ്രൻ മാഷിന്റെ ഭാര്യയും ഈ മരത്തിന്റെ മുകളിൽ ഒരു കൂട് കെട്ടിയിട്ട് അതിനകത്ത് രാത്രി മുഴുവൻ സൈലന്റ് വാലി കിടന്നിറങ്ങുന്ന ടീമാണ്. അങ്ങനെ കാടിനോട് ഭക്തിയാണോ എന്താണെന്നറിയില്ല, കാട് ഒരു വികാരമായിട്ടുള്ള മനുഷ്യനാണ് സതീഷ് ചന്ദ്രൻ. അങ്ങനെയുള്ള ആ അറ്റത്തുള്ള ആളുകൾ തൊട്ടുള്ളത്. പിന്നെ സാനി വലിയൊക്കെയുള്ള ആൾക്കാർ, അദ്ദേഹം സൈലന്റ് വാലിയിൽ വരുമ്പോഴാണ് ഈ സമരത്തിന് വേറൊരു മുഖം കൈവരുന്നത്. അങ്ങനെ ബോംബെയിലും ചെന്നൈയിലും ഒക്കെ സൈലന്റ് വാലി രക്ഷിക്കാനുള്ള ശ്രമം നടക്കും. IUCN കോൺഫറൻസ് സോവിയറ്റ് യൂണിയൻ നടക്കുമ്പോൾ അവിടെ വലിയ പ്രമേയം പാസ്സാക്കിയിട്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള നിർബന്ധങ്ങൾ വരുന്നു. അങ്ങനെ ധാരാളമായിട്ടുള്ള ഒരു ഭാഗത്ത് ഇതാ പറയുന്നത് സതുമാഷപ്പള്ള ഒരാളുടെ ക്രാഫ്റ്റ്, മറുഭാഗത്ത് കേരളത്തിലെ ഊർജാവശ്യത്തെ പറ്റിയിട്ട് ഉള്ള കണക്ക് കൂട്ടി ഡോക്ടർ MP പരമേശ്വരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. തൃശ്ശൂരിൽ അദ്ദേഹം വീൽ ചെയറിലാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കാലിന് ദൗർബല്യം, തലയ്ക്ക് യാതൊരു കുഴപ്പവും ഇല്ല അല്ലേ? നമുക്ക് സജീവ മാഷൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണല്ലോ. ഇപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു, ഉത്തരങ്ങൾ തേടിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളോടൊക്കെ വീണ്ടും കേരളത്തെ പറ്റിയും ഇന്ത്യയെ പറ്റിയും ലോകത്തെ പറ്റിയൊക്കെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു.
അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ റോൾ എന്താ വെച്ചാൽ കേരളത്തിലെ ഊർജ്ജ പ്രശ്നത്തെ പറ്റിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള വിവരം അതിന് പ്രൊജക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഈ പറയുന്നത് വിൽക്കാൻ ഇപ്പൊ വിറ്റ് ഇപ്പൊ ഏറെ വിൽക്കുന്നത്, പക്ഷെ നിങ്ങൾക്ക് 5 കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വിൽക്കാനില്ല. ഇവിടെയുള്ള ആളുകൾക്ക് കൊടുക്കാൻ ഞാൻ പിന്നെ എങ്ങനെ വിൽക്കാൻ ഇഷ്ടംപോലെ ഉണ്ടാവുമല്ലോ. കേരളത്തിലെ ആൾക്ക് കറണ്ട് കൊടുക്കാതെ പുറത്തേക്ക് വിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് വിൽക്കൽ പരിപാടി അവസാനിക്കും. 2, കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കറണ്ടൊന്നും മതിയാവില്ല. അതിന്റെ പ്രൊജക്ഷൻ അവതരിപ്പിക്കുകയാണ് ആദ്യമായിട്ട്. അങ്ങനെ 79 നടക്കുന്ന ഒരു സെമിനാറിലാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതിനെ തുടർന്നുള്ള വേറൊരു സെമിനാർ ഇലക്ട്രിസിറ്റി ബോർഡുകാരൊക്കെ പോയിട്ട് നിരോധിച്ചു കളഞ്ഞു. ആ സെമിനാറിൽ ഇന്ത്യയിലെ ഭാഗത്ത് എല്ലാ ഭാഗത്തും ആൾക്കാർ വന്ന ദിവസം അതിന് സൈലന്റ് വാലി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, ഒരു കോടതി വിധിയുമാണ്. സർക്കാരത്തും ഉണ്ട് കോടതി. ഇങ്ങനെയൊക്കെ കോടതിയിൽ ഒരു വിധി വന്നു, സൈലന്റ് വാലി എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെന്താ പറയാ, വലിയ സെമിനാറാണ്. ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ആൾക്കാർ വന്നു. അവസാനം അവർ വായ മൂടിക്കെട്ടി പ്രകടനം നടത്തി. ആ പ്രകടനം അതുകൊണ്ട് അതിനെപ്പറ്റി പറയുന്നത് വെച്ചാൽ KSEBക്ക് ഇലക്ട്രിസിറ്റി ബോർഡിന് സെൽഫ് ഗോൾ അടിച്ചത്. കാരണം അത്രയധികം ആൾക്കാർ അത്രയും തീവ്രമായിട്ട് പങ്കെടുത്തൊരു പ്രകടനം തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടില്ല. കാരണം അത് അത്ര വൈകാരികമായ ഒരു സംഗതിയാണ്. സൈലന്റ് വാലി എന്നുള്ള വാക്ക് പറയാൻ പാടില്ല എന്നൊരു കോടതി തൽക്കാലം ചെറിയ കോടതി വിധി, സെഷൻസ് കോടതിയിൽ ചെറിയ വിധി കിട്ടിയത്. അത് കഴിഞ്ഞ് കോടതി വിധി വന്നപ്പോഴാണ് സുഗതകുമാരിയുടെ വനരോധനം എന്ന് പറയുന്ന കവിത ഇറങ്ങുന്നത്. ഇങ്ങനെ കവികളും കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ ചേർന്നുകൊണ്ടുള്ള കേരളത്തിന് പുറത്തും ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നടക്കുന്ന ശ്രമങ്ങളിലൂടെയാണ് 80 വരെ ആകുമ്പോഴേക്കും സമരത്തിന്റെ രീതി മാറുന്നത്. കേരളത്തിൽ മൊത്തത്തിൽ അനുകൂലമായിരുന്ന സ്ഥിതി മാറി രാഷ്ട്രീയക്കാരിലെ ഒരു വലിയ വിഭാഗം, പ്രബല വിഭാഗം തിരിച്ചു ചിന്തിക്കാൻ തുടങ്ങി. KV സുരേന്ദ്രനാഥ്, P ഗോവിന്ദപിള്ള തുടങ്ങി അങ്ങനെയുള്ള കുറേയധികം ആളുകൾ ഇവർ പറയുന്നതാണ് ശരിയെന്ന് പറയുന്നു. EMS പോലും ഒരു ഘട്ടത്തിൽ ചിന്തയിലൊക്കെ എഴുതിയ ലേഖനത്തിൽ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പറയുന്ന കാര്യങ്ങളിൽ ഇന്ന കാര്യങ്ങൾ ശരിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ സംവാദത്തിന്റെ പുതിയ തലങ്ങളിലേക്ക് ഉയരുകയാണ്. 80 മൊറാർജി ദേശായിയുടെ മിനിസ്ട്രിയൊക്കെ പോയിട്ട് ഇന്ദിരാഗാന്ധി വീണ്ടും അധികാരത്തിൽ വരുന്നു. MGK മേനോന്റെ അവസാനിപ്പിക്കുകയാണ്. MGK മേനോന്റെ കമ്മിറ്റി വരുന്നു. MGK മേനോൻ കമ്മിറ്റിയിൽ ഈ 2 ഭാഗത്തു നിന്നുള്ള ആളുകൾ ഉണ്ട്. MGK മേനോൻ പിന്നീട് കേന്ദ്രമന്ത്രിക്കായിരുന്ന MGK മേനോന്റെ കമ്മിറ്റിയിൽ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ പ്രതിനിധികളുണ്ട്, കേരളത്തെ എതിർക്കുന്നവരുണ്ട്, അനുകൂലിക്കുന്നവരുണ്ട്, എല്ലാവരും വന്നു. ആ കമ്മിറ്റി വളരെ വിശദമായി 1 വർഷക്കാലം പഠിച്ചിട്ട് അവർ വളരെ സയന്റിഫിക് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തു. ഞാൻ ആ റിപ്പോർട്ടിന്റെ സാരാംശം വീണ്ടും ഇന്ന് രാവിലെ വായിച്ചു നോക്കി. എനിക്ക് തമാശ വന്നു വെച്ചാൽ ഇപ്പോഴാണ് ആ റിപ്പോർട്ട് വരുന്നതെങ്കിൽ നമ്മളെ മീഡിയത്തെ ആൾക്കാർ വെച്ചാൽ അതിന് ഒരു പാരഗ്രാഫ് എടുത്ത് കൊടുക്കും, എന്നിട്ട് ഇങ്ങനെ പലതവണ സ്ക്രോൾ ചെയ്യും. എന്നിട്ട് ഇയാൾ പറഞ്ഞത് ഇതാണെന്നും പറഞ്ഞിട്ട് കേരളത്തിലെ ആൾക്കാർ മുഴുവൻ അതിന്റെ പിന്നിൽ വേറെ രീതിയിലാണ് ഇതിൽ. പക്ഷെ അന്ന് ഇവരില്ലാത്തതുകൊണ്ട് ഒരു പലതരം കീടങ്ങളെ പറ്റി നിങ്ങൾ എൻഡമോളജിസ്റ്റ്, ഈ പ്രകൃതിയിൽ മാത്രമല്ല കീടങ്ങൾ, നമ്മുടെ നാട്ടിലെ സോഷ്യൽ കീടങ്ങൾ ഒരുപാട്. ആ കീടങ്ങളെ പറ്റിയിട്ട് ഞാൻ മീഡിയ അധിക്ഷേപിക്കുന്നുണ്ട്. മീഡിയയിലുള്ള ഒരുപാട് നല്ല മീഡിയയാണ് നമ്മളെ നിലനിർത്തുന്നത്, അംഗീകരിച്ചോളൂ. പക്ഷെ ഈ ജാതി കീടങ്ങൾ പറ്റി പഠിക്കാനുള്ള വേറെ ഒരു സോഷ്യൽ എൻഡമോളജിസ്റ്റുകൾ ഒരുപാട് ഉണ്ടാവേണ്ട സൊസൈറ്റൽ വന്നുകൊണ്ടിരിക്കുക. വൈകുന്നേരം ഒരു 7 മണിക്ക് ശേഷം നമ്മളിതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ പോയി മരിക്കാൻ തോന്നും. നമ്മൾ ഈ കാലത്താണല്ലോ ജീവിക്കുന്നത് എന്ന് തോന്നി. അപ്പൊ അത്തരത്തിൽ ഉള്ള ഒരു കാലത്ത് ഇപ്പോഴാണെങ്കിൽ അപ്പൊ ആ റിപ്പോർട്ട് എത്ര ശാസ്ത്രീയമായിട്ടാണ് അവർ തീർപ്പ് കൽപ്പിച്ചൊന്നുമില്ല. ഞങ്ങൾ ഈ കണ്ട കാര്യങ്ങളൊക്കെ പഠിച്ച് ഇങ്ങനെ പറഞ്ഞിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ നടപ്പാക്കുമ്പോൾ ഇത്രയൊക്കെ പ്രശ്നം ഒരു നിവൃത്തി. ശാസ്ത്ര സാഹിത്യ പരിഷത്തും പറഞ്ഞാൽ ഒരു നിവൃത്തിയില്ലെങ്കിൽ സൈലന്റ് വാലി നടപ്പാക്കും. പക്ഷേ നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ അതേ പറയാൻ പറ്റും. നിങ്ങൾക്ക് അങ്ങനെ ഒരു മരിക്കാൻ പോവുകയാണ്, ഇനി നിവൃത്തിയൊന്നുമില്ല, ഇതേ നടപ്പാക്കാൻ പറ്റും, നടപ്പായിക്കോളും. പക്ഷേ ഞങ്ങൾ ഈ വസ്തുതകൾ ഫാക്ട്സ് നിങ്ങളുടെ മുമ്പിൽ ഒന്നൊന്നായി നിന്ന്. ഇതൊരു ജീൻ കലവറ. ഇത് 5 കോടി വർഷത്തെ പഴക്കമുള്ള സംഗതിയാണ്. ഇതിനകത്ത് ഒരു പരിക്ക് പറ്റിയാനുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ മണ്ണാർക്കാട് പ്രദേശത്താണ് നമ്മൾ നിൽക്കുന്നത്. മണ്ണാർക്കാട് സഖാവ് EP ഗോപാലൻ ഉൾപ്പെടെയുള്ള ജനകീയ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് പ്രവർത്തിക്കുന്നത്. യൂസഫ് ഒക്കെയാണ്, അതായത് സൈലന്റ് വാലി വരുത്താൻ വേണ്ടി. അവിടെ നമ്മളൊരു നയപ്രഖ്യാപനം പറഞ്ഞു. അതായത് കാട്ടിൽ പോയി അഭയം പ്രാപിച്ച ദരിദ്രരായിട്ടുള്ള ആളുകൾ വലിയ ദ്രോഹികളാണ് ഞങ്ങൾക്ക്. പക്ഷേ കാട്, അമൂല്യമായ ഈ കാടിനെ സംരക്ഷിക്കാതെ അതിനെ ഒരു മരമായിട്ട് മാത്രം കാണും. സൈലന്റ് വാലി പദ്ധതിക്കുള്ള ആദ്യത്തേത് വന്നപ്പോൾ തന്നെ ഏകദേശം 500 ഹെക്ടറിലെ മുഴുവൻ മരം വെട്ടിക്കഴിഞ്ഞു, റോഡ് വന്നിരുന്നു. അതിന്റെ ആ കോൺട്രാക്ടർമാര്, അത്തരം രാഷ്ട്രീയ നേതാക്കൾ, എല്ലാ രാഷ്ട്രീയ നേതാക്കളും എല്ലാവരെയും പറയുന്നില്ല, അത്തരം അതിന് സപ്പോർട്ട് ചെയ്ത് അതിന്റെ വിഹിതം പറ്റുന്ന രാഷ്ട്രീയ നേതാക്കള്, ഉദ്യോഗസ്ഥര് തുടങ്ങിയിട്ടുള്ള ആളുകൾ അതുവഴി ഉണ്ടാക്കുന്ന വികസനത്തിന്റെ ഏറ്റവും വലിയ
ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ. അത് അവരുടെ പക്ഷത്തല്ല, മറിച്ച് ദരിദ്രരായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് സഹായമായിട്ട് ഇത് ഭവിക്കുമെങ്കിൽ അത് കുഴപ്പമല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമരം നയിച്ചത്. അതിൽ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ശാസ്ത്രജ്ഞന്മാരെല്ലാവരും ഇപ്പുറത്തൊന്നുമല്ല, ശാസ്ത്രജ്ഞന്മാരിൽ വലിയൊരു പക്ഷം അപ്പുറത്തു നിന്നു. അവർ പകരം തെളിവുണ്ടാക്കാനൊക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പ്രശസ്തരായിട്ടുള്ള പല ആളുകളും അപ്പുറത്തു നിന്നു. പക്ഷെ അവരുൾപ്പെടെയുള്ള MGK മേനോൻ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തു. 84 അവസാനം വളരെയധികം തർക്കങ്ങളും വിവാദങ്ങളും ഒഴുകിയ അവസാനം ഇന്ദിരാഗാന്ധി വളരെ ഫൈനലായിട്ടുള്ള തീരുമാനമെടുത്തു. നിങ്ങൾ സൈലന്റ് വാലി പദ്ധതിക്ക് വരാം, പകരം കാര്യങ്ങൾ ആലോചിക്കും. വീണ്ടും നമ്മൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രക്ഷോഭം നടത്തേണ്ടി വന്നു. കായംകുളം ഇപ്പൊ ഇന്നില്ല, പക്ഷെ കായംകുളത്ത് ഒരു താപനിലയം തുടങ്ങാൻ വൈകിയപ്പോൾ അത് തുടങ്ങാൻ വേണ്ടി ചെയ്തു. ഇന്നിപ്പോ താപനിലയങ്ങൾ ഒരു ഓപ്ഷനായിട്ട് പരിശുദ്ധം കരുതുന്നില്ല, വേറെ ഓപ്ഷനിലേക്ക് പോകണം. പക്ഷെ ഇന്ന് കേരളം വളരെ പ്രശസ്തമായിട്ടുള്ള രീതിയിൽ അപ്പോൾ വൈദ്യുതി രംഗത്തൊക്കെ ഏകദേശം സ്വയം പര്യാപ്തത്തിലേക്ക് വരുന്നുണ്ട്. പക്ഷെ ഇത് പോരാ. ഞാനൊരു ചെറിയ രസകരമായ കാര്യം പറഞ്ഞിട്ട് ഞാൻ പറയാം. അതായത് ഈ കേരള പഠനം കഴിഞ്ഞ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൽ പഠനം നടന്നു. 2004 പഠനം. ആ പഠനത്തില് ഞാൻ ആ പഠനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ്. നമ്മളൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും കാര്യങ്ങൾ നടത്തി കിട്ടാൻ പ്രയാസമുള്ള ഓഫീസുകൾ ഏതാണ് എന്നാണ് ചോദ്യം. അതിൽ 5-6 ഓഫീസ് തരും. അതില് 80% ആൾക്കാരും ഏറ്റവും പ്രയാസം പറഞ്ഞ ഓഫീസ് ഇലക്ട്രിസിറ്റി ബോർഡ്, KSE. പക്ഷെ 2017 ഞങ്ങൾ ഇതേ സാമ്പിൾ വെച്ചുകൊണ്ട് ഒരു പഠനം നടത്തി, കേരള പഠനം. റിപ്പോർട്ട് അടുത്ത മാസം പുറത്തിറങ്ങുന്നു. നിങ്ങളുടെയൊക്കെ കുഴപ്പം കൊണ്ടത് വന്നിട്ടില്ല. അതിന് രസകരമായ ഒരു സംഗതി, 80% ആൾക്കാരും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള ഓഫീസിൽ പറഞ്ഞ ഓഫീസ് KSEB ആണ്. നിങ്ങൾക്കത് നിങ്ങളുടെ നാട്ടിൽ നോക്കിയാൽ അറിയാം. KSEB ഓഫീസ് ആകെ മാറി, ഭയങ്കര മാറ്റമാണ്. പഴയ പോലെയല്ല. ഞാൻ അതിന്റെ ഘടകങ്ങൾ നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? മിക്കവാറും പിന്നെ അപവാദങ്ങളില്ല എന്നല്ല പറഞ്ഞു. പക്ഷേ ജനം പറയാണ്, കൃത്യമായിട്ട് സർവേയില് കൃത്യമായിട്ട് അങ്ങ് പറയാണ്. എല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ സാധ്യമാണ്. വേണമെങ്കിൽ ആ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാം. ജനങ്ങളോട് അടുത്ത് നിൽക്കുന്ന രീതിയിൽ നമ്മുടെ ഓഫീസുകൾക്കും സംവിധാനങ്ങൾക്കൊക്കെ മാറാൻ പറ്റും. 80 കൊണ്ടായില്ല, 100 ആവണമെന്നാണ് നമ്മുടെ ആവശ്യം. ആ രീതിയിൽ മാറുന്നുണ്ട്. തീർച്ചയായിട്ടും അതൊരു ഗുണകരമായ കാര്യങ്ങൾ. ഏതായാലും അങ്ങനെ ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ആ കാലത്ത് 80കളില് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഇതിനെപ്പറ്റിയുള്ള 2-3 പുസ്തകം, സൈലന്റ് വാലിയെ പറ്റി ഒരു പുസ്തകം പരിശീലിറക്കിയിട്ടുണ്ട്. സൈലന്റ് വാലി ചെറുത്തുനിൽപ്പിന്റെ നാൾവഴി എന്നൊരു പുസ്തകം പരിശീലിറക്കിയിട്ടുണ്ട്. ചെറിയ പുസ്തകമാണ്. അതൊക്കെ ഒന്ന് വായിക്കാനുള്ള ഒരു സമയമൊക്കെ നമ്മുടെ കുട്ടികളൊക്കെ കണ്ടെത്തുന്ന ഞാൻ കരുതുന്നു. അക്കാലത്ത് ഇതിനെ ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു മുദ്രാവാക്യത്തോടു കൂടി ഞാൻ ഇത് അവസാനിപ്പിക്കും. എനിക്ക് പാടാൻ അറിയില്ല, അന്നും ഇന്നും അറിയില്ല. ഇന്നാണെങ്കിൽ എന്റെ ശബ്ദം തീരെ മോശമാണ്. സൈലന്റ് വാലി കാടു നശിച്ചാൽ നാടിനു നാട്ടം നാട്ടാരെ. സൈലന്റ് വാലി കാടു നശിച്ചാൽ നാടിനു നഷ്ടം നാട്ടാരെ. മരുഭൂവായി തീരും നമ്മുടെ മണ്ണാർക്കാടും പരിസരവും. മരുഭൂവായി തീരും നമ്മുടെ മണ്ണാർക്കാടും പരിസരവും. മരുഭൂവായി തീരും നമ്മുടെ മലപ്പുറം നാടറിയാമോ? മരുഭൂവായി തീരും നമ്മുടെ മലപ്പുറം നാടറിയാമോ? ഇവിടേക്കുള്ള ജലസ്രോതസ്സ കാടുകളാണെന്നറിയാമോ? ഇവിടേക്കുള്ള ജലസ്രോതസ്സ കാടുകളാണെന്നറിയാമോ? നമുക്ക് നാടിന് ലോകത്തിനൊരു നിധിയാണക്കാടറിയണം. നമുക്ക് നാടിന് ലോകത്തിനൊരു നിധിയാണക്കാടറിയണം. വെട്ടിവെളുപ്പിച്ചവിടെ പുതിയൊരു പദ്ധതി ഉണ്ടായി തീരുമ്പോൾ നമുക്ക് നഷ്ടം, നാടിന് നഷ്ടം, ലോകത്തിനേവൻ നഷ്ടം. കള്ളന്മാർക്കും കരാറുകാരനുമല്ലാതാർക്കാണ് ഒരു ലാഭം. ലോകത്തെവിടെയുമാണ് കണ്ണിൻ മണി പോലെ അവരിത് സൂക്ഷിക്കും. ലോകത്തെവിടെയുമാണ് കണ്ണിൻ മണി പോലെ അവരിത് സൂക്ഷിക്കും. കേരളമാണിത്, കാശിന് കണ്ണിൻ മണിയും കുത്തിപ്പൊട്ടിക്കും. കേരളമാണിത്, കാശിന് കണ്ണിൻ മണിയും കുത്തിപ്പൊട്ടിക്കും. എസ് പ്രഭാകരൻ എന്നായിരുന്നു ഇവിടുത്തെ മഞ്ചേരിക്കാരനായിട്ടുള്ള മാഷ്. വനഗാഥ എന്ന പേരിൽ ഏകദേശം ഇതുപോലെയുള്ള 10-30 പാട്ടുകൾ അടങ്ങിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള കാൽപ്പനികമായിട്ടുള്ള പാട്ടുകളുണ്ട്, സമരോജ്വലമായ ഗാനങ്ങളുണ്ട്. മുദ്രാകാവ്യം എന്ന് പറയുന്ന ഒരു പുതിയ ശാഖ തന്നെ
കേരളത്തിൽ ആ കാലത്ത് ഉണ്ടായി വന്നു. അട്ടപ്പാടിയെ പറ്റിയിട്ടുണ്ട്, സൈന്യവാദിയെ പറ്റിയിട്ടുണ്ട്, കേരളത്തിലെ കാടുകളെ പറ്റി. വനരോധനം എന്നുള്ള കവിതയ്ക്ക് വനഗീത എന്നാണ് അതിന്റെ പേര്. അതില് ഇങ്ങനെ അതിശക്തമായ പരിഹാസങ്ങൾ ഉണ്ടാവും, ശക്തമായ ആശയങ്ങളൊക്കെ ഉണ്ടാവും. ഭൂഗർഭജലം കൊണ്ടു നനയ്ക്കാൻ പാലക്കാടിൻ പാടങ്ങൾ ഇടുക്കി നൽകും വൈദ്യുതി നിൽക്കാതിരിക്കുമെങ്കിൽ കട്ടായം മലപ്പുറത്തിന് വൈദ്യുതി നൽകാൻ എളുപ്പമല്ലേ സർക്കാര്. ഇതിനെക്കാട് നശിപ്പിക്കണമോ പല പ്രാവശ്യം ചിന്തിക്കൂ. വീട്ടിൽ പട്ടിണി വിരുന്നുകാരന് വിഭവം തേടി നടക്കരുതേ. ഇത്തരത്തിൽ അന്ന് അക്കാലത്ത് നാട്ടിലെമ്പാടും ജനകീയമായ ധാരാളമായിട്ടുള്ള ജാഥകൾ 1980 മാർച്ച് 1-ാം തീയതി തൃശ്ശൂരിൽ നടന്നിട്ടുള്ള ശാസ്ത്രസാഹിത്യ പരിഷത്ത് സംസ്ഥാന സമ്മേളനത്തിൽ ഒരു പ്രഖ്യാപിച്ചു. മാർച്ച് 15-ന് സൈലന്റ് വാലി ദിനമാണ്. അതിന് തൊട്ട് മുമ്പുള്ള ഒരാഴ്ചക്കാലം കേരളം മുഴുവൻ, അങ്ങനെ കേരളത്തിലെ 400ഓളം കേന്ദ്രങ്ങളിൽ ഈ പാട്ടും പാടി നടത്തിയ പൊതുയോഗങ്ങള്, ക്ലാസ്സുകൾ. ആ ക്ലാസ്സുകളിലൊക്കെ ജനങ്ങൾക്ക് ഈ വിജ്ഞാനം കൊടുക്കുക, എന്താണ് പ്രശ്നം എന്ന് പറയാൻ ശ്രമിച്ചു. അതിന്റെ അനുഗണനകൾ ഇന്ന് ഇന്ത്യയിലും കേരളത്തിലും ഉണ്ട്. അതാണ് ആ സമരത്തിന്റെ പ്രത്യേകത. അത് നാട്ടിലുണ്ട്. ആ നാട്ടിലെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് മാത്രമാണ് സൈലന്റ് വാലി പദ്ധതി എന്ന് പറയുന്നത് അങ്ങനെ ഇല്ലാതായി തീരുകയും ഇന്ന് അമൂല്യമായിട്ടുള്ള ലോകത്തിന് തന്നെ ഉള്ള, അതിലെ ആ വാക്ക് പോസ്റ്റെരിറ്റി എന്നാണ് ആ റിപ്പോർട്ടിലൊക്കെ പലപ്പോഴും പറഞ്ഞത്, ഭാവി തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിച്ചു വെക്കാൻ നമുക്ക് സാധിച്ചതിന് മൺമറഞ്ഞു പോയ നമ്മുടെ ഈ ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്ത വലിയ സേവനങ്ങളെ നമുക്ക് അനുസ്മരിക്കാം. ഭാവിയിൽ വളരെ കേവലമായിട്ട് പരിസ്ഥിതിയോട് നല്ല സ്നേഹമാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ മുന്നോട്ട് വെച്ചുകൊണ്ട്, വസ്തുതകൾ മുന്നോട്ട് വെച്ചുകൊണ്ട് അശാസ്ത്രീയതകളെ എതിർക്കാൻ നിങ്ങൾക്ക് കരുത്തുണ്ടാകാൻ ഈ സമരത്തിന്റെ അനുഭവങ്ങൾ ഒരു പാഠമാകുവാൻ അവസാനിക്കുന്നു.